എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് സോളിൻടെക് എന്ന പറഞ്ഞൊരു കമ്പനിയുടെ ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറും ലിഥിയം വാലി എന്ന പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയും വെച്ച് ചെയ്തിരിക്കുന്ന ഒരു 20 kW ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ലിഥിയം വാലിയുടെ ബാറ്ററീസ് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബേസ്. ആ ബേസിൽ നമുക്ക് ഫിസിക്കലായിട്ടൊരു കണക്ഷനും അതുപോലെ തന്നെ ഡേ ടൈം ഇങ്ങനെയാണ് വരുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഒരു ബാറ്ററി വെച്ചു, രണ്ടാമത്തെ ബാറ്ററി വെച്ചു. ഇപ്പോൾ 10 കിലോട്ടാറായി. അതിൻ്റെ മുകളിൽ നമുക്ക് ഹൈ വോൾട്ടേജ് ബാറ്ററി ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് അതിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ യൂണിറ്റ് കൂടെ ഉണ്ടാവും. BMS സെറ്റപ്പ് ഇതാണ്. കണ്ടോ, ഈ ഇൻസ്റ്റലേഷൻ വളരെയധികം ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് കണ്ട അണ്ടർ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഫുൾ ഇൻസ്റ്റലേഷൻ അതായത് ബാറ്ററി സെറ്റ് ചെയ്ത് കഴിയാൻ പറ്റി. അതാണ് എൻ്റെ ഒരു നല്ല കാര്യം. ഈ ഇൻവെർട്ടറിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിലോട്ട് പറയാം. എന്തായാലും നമ്മൾ ലോ വോൾട്ടേജ് സിസ്റ്റവും ഒരു ഹൈ വോൾട്ടേജ് സിസ്റ്റവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കോമൺലി ലോ വോൾട്ടേജ് സിസ്റ്റങ്ങളാണ് വീടുകളിൽ ഇല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫാക്ടർ വരുന്നുണ്ട്. വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് റെസിഡൻഷ്യൽ ആപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഭയം നമുക്ക് സാധാരണ രീതിയിൽ വരും. എന്നാൽ ഈ ഒരു ബാറ്ററിയുടെ സെറ്റപ്പും കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക്, അതായത് ഈ ബാറ്ററി സ്റ്റാക്ക് ചെയ്താണ് വെക്കുന്നത്. ബാറ്ററി ഞാൻ കാണിച്ചല്ലോ ബാറ്ററി എങ്ങനെ അസംബിൾ ചെയ്യുന്നതെന്ന്. ആ ബാറ്ററി ഇങ്ങനെ അസംബിൾ ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക്, അതായത് വേറെ ഫിസിക്കലായിട്ടുള്ള കണക്ഷനോ ഇല്ലെങ്കിൽ ഡേറ്റ കണക്ഷനോ ഒക്കെ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി കൺസീൽഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇനിയും വീടുകളിലും കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ഈ ഇൻവെർട്ടർ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറിലോട്ട് വരുമ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറുകളിൽ നമുക്ക് വോൾട്ടേജാണ് കൂടുതൽ, ആംസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആംസ് കുറയുമ്പോഴത്തേക്ക് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വയറിൻ്റെ റേറ്റിംഗ് കുറച്ച് മതി. ഇപ്പോൾ നമ്മൾ 24 kW ഒരു ഹൈബ്രിഡ് സിസ്റ്റം ലോ വോൾട്ടേജ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് വയറുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ബാറ്ററി കേബിൾ നോക്കിയേ, 16 m² കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 10 kW ബാറ്ററി വെച്ചിട്ടുള്ളൂ. 10 kW ആണെങ്കിൽ സാധാരണ നമ്മളൊരു 70 m² കേബിളോ ഒക്കെ ആയിരിക്കും ഇടുന്നത്. പക്ഷേ ഇപ്പം നോക്കിയാൽ 16 m² കേബിളും മതിയായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കറണ്ട് കുറവായതുകൊണ്ട് ഹീറ്റ് ലോസ് കുറവായിരിക്കും. അതുകൊണ്ട് എഫിഷ്യൻസി കൂടുതലായിരിക്കും ഈ സിസ്റ്റത്തിന്. അതുപോലെ തന്നെ നമുക്ക് വോൾട്ടേജ്, ഇൻവെർട്ടർ ആണെങ്കിൽ സ്ട്രിങ് ഇൻവെർട്ടറാണ്, വോൾട്ടേജിൽ ഹൈ വോൾട്ടേജാണ് നമുക്ക് സ്ട്രിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയും ഹൈ വോൾട്ടേജാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ബാറ്ററി ചാർജ് ആവുന്നത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു സംഭവമാണ്. പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ആവും. പിന്നെ ടോട്ടൽ ഇൻസ്റ്റലേഷൻ ടൈമും വളരെ കുറച്ചേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ വ്യത്യാസം. അപ്പം ഈ ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറുകൾ ഇതൊരു വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി വീടുകളിൽ നമുക്ക് ഇതുപോലത്തെ സിസ്റ്റങ്ങൾ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ മൊത്തം 9 AC ഉണ്ട്. അതിനകത്ത് 2 AC ഉണ്ട്, 4 AC ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് EV ചാർജർ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സംഭവം. ഇതിന് കണക്ടർ ഉണ്ടോ? നമുക്ക് ഇത്രേ ഉള്ളൂ. അതുപോലെ നമ്മുടെ EVയുടെ ചാർജർ പോലത്തെ കണക്ടറാണ്. ഉണ്ടോ? ഇത്രേ ഉള്ളൂ സംഭവം. ഉണ്ടോ? ഇത് ബ്രീത്ത് ചെയ്യുന്ന പോലെ കണ്ടില്ലേ? കണ്ടോ? ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻവെർട്ടർ നോർമലി ഫങ്ഷൻ ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അത് ആക്ച്വലി ഓഫ് ഗ്രിഡ് മോഡിലാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ലോഡൊന്നും കൊടുത്തിട്ടില്ല.
ഈ വീട് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മതി, ഇത് ഒരു 20 കിലോവാട്ടിന് ഇൻവെർട്ടറാണ്. നമ്മൾ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു 20 കിലോവാട്ടിന് ഇൻവെർട്ടറിന് എന്ത് സൈസായിരിക്കും? നമ്മൾ ഇവിടെ ഇരിക്കുന്ന 1.5 ടൺ AC ചെറുതാണ് ഈ ഒരു ഇൻവെർട്ടർ. അപ്പോൾ ഓവറോൾ ഈ പറഞ്ഞ പോലെ ഇൻവെർട്ടറിൻ്റെ സൈസ് ആണെങ്കിലും ബാറ്ററിയുടെ സൈസ് ആണെങ്കിലും എല്ലാം നമുക്ക് വളരെ കുറച്ചായിട്ട് വരും. ഇപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ആക്ച്വലി നമ്മൾ 20 യൂണിറ്റ് സ്റ്റോറേജാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവൽ വരെയാണ് ബാറ്ററി വരാൻ പോകുന്നത്. 2 ബാറ്ററിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലിഥിയം വാലിയുടെ ബാറ്ററി നമുക്ക് ഒറ്റ സ്റ്റാക്കിൽ 5 ബാറ്ററിയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 2 ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ 2 കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതല്ലാതെ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിൽ 25 യൂണിറ്റിൻ്റെ ഒരു സെറ്റായിട്ട് നമുക്ക് വെക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പാരൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഓപ്ഷനും ഉണ്ട്. അതാണ് അതിൻ്റെ ഗുണം. എന്തായാലും ഈ സിസ്റ്റത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. എന്തായാലും ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഐ വിൽ റെസ്പോണ്ട് ടു യു ദാറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഈസ് സൂരജ്. ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു.